മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലെഷർ ടൈം. നമുക്കിന്ന് ഇവനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇന്ന് കണ്ണിയിലയാണ് കിട്ടിയിരിക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ള കണ്ണിയിലയാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രഷാണ്. ഞാൻ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് സ്പീഡ് കിട്ടുന്നത്. അത് കാരണം ഞാൻ എപ്പോഴും കത്രികയാണ് ഉപയോഗിക്കുന്നത്. കത്രിക ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞ് എളുപ്പം ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഞാൻ 1.5 കിലോ കണ്ണിയിലയാണ് വാങ്ങിച്ചത്. അത് ഫ്രൈക്കും കറിക്കും വേണ്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് 2 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്യാം. കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണം എടുത്ത് നന്നായിട്ട് വരഞ്ഞ് മസാല പുരട്ടി ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ആഴത്തിൽ വേണം വരഞ്ഞെടുക്കാനായിട്ട്. മാംസത്തിന് കട്ടിയുള്ളതുകൊണ്ട് മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ആഴത്തിൽ കട്ട് ചെയ്താലും മസാല അതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പീസാക്കിയിട്ടാണ് ഞാൻ മസാല പുരട്ടുന്നത്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, 1/4 സ്പൂൺ ടർമറിക് പൗഡർ, 1/2 സ്പൂണ് ഫെനൽ പൗഡർ, ജിഞ്ചർ ഗാർലിക് അല്പം വീതം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ പുരട്ടി, പിന്നെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. അതുകൂടെ പുരട്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അതിന് ശേഷം വേണം എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട്. തവ ചൂടാകുമ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പീസുകൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഓരോ പീസുകൾ ഇട്ട് ഫ്രൈ ചെയ്ത് അപ്പുറം മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത്. അതിലേക്ക് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് 1 സ്പൂൺ ഫെനൽ എടുത്ത് പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടാണ് ഞാൻ തിരിച്ച് മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ ഫെനലിട്ടതിന് നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്തൊന്ന് നോക്കി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. എന്താ ഇങ്ങനെ നന്നായിട്ട് മുരിച്ചെടുത്താൽ അതിൻ്റെ ആ ഫെനലിൻ്റെയും ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ തന്നെ തോന്നും. എൻ്റെ സ്മെല്ല് കേൾക്കുമ്പം തന്നെ ഉണ്ടോ. അങ്ങനെ കണ്ണിയില ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.